ഈ മഹത്തായ സമ്മേളനത്തിൽ ഞാൻ വന്നിരിക്കുന്നത് വലിയൊരു ഉത്ബോധന പ്രസംഗം നടത്താൻ വേണ്ടിയല്ല. അതെല്ലാം പണ്ഡിതന്മാർ ധാരാളം ഇവിടെയുണ്ട്. ഞങ്ങളെല്ലാം വന്നിട്ടുള്ളതിൻ്റെ ഉദ്ദേശം, നിങ്ങൾ ചെയ്യുന്ന മഹത്തായ ദഅവാ പ്രവർത്തനത്തിൽ ഞങ്ങളുടെയൊക്കെ ഒരു സാന്നിധ്യം കൊണ്ട് ഞങ്ങൾക്ക് തന്നെയും അതിലൊരു കണ്ണിയായി ചേരാൻ കഴിയുമെങ്കിൽ ദൈവത്തിൻ്റെ കൂലി അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്കുമെല്ലാം നൽകിയെങ്കിലോ എന്നുള്ള ആഗ്രഹം കൊണ്ടും ആ പ്രാർത്ഥന കൊണ്ടുമാണ്. ISM ചെയ്യുന്ന സേവനങ്ങളെ വളരെ നന്നായി നോക്കിക്കാണുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ. ISM എന്ത് ചെയ്യുന്നു, എന്ത് ചെയ്തിരിക്കുന്നു, അതിന്റെ ഫലം എന്താണ് എന്നളക്കുന്നതിന് വേണ്ടി ഭൗതികമായ യാതൊരു യന്ത്രമാപിനികളും ലഭ്യമല്ല. പക്ഷെ പ്രതിഫലം നൽകുന്നവൻ അള്ളാഹു ആണെന്നതുകൊണ്ട് അള്ളാഹുവിന്റെ അർഹമായ പ്രതിഫലം അതിനുണ്ടാകുമെന്നതിനും സംശയമില്ല. കാരണം അള്ളാഹു നമ്മളോട് ഏൽപ്പിച്ച ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ പ്രവർത്തനത്തിന്റെ ഫലങ്ങൾ എത്രയാണെന്ന് കണക്കാക്കാനും കഴിയില്ല. ധാരാളം എതിർപ്പുകളും പ്രശ്നങ്ങളൊക്കെ പറയാറുണ്ട്. ഇപ്പോൾ യുവാക്കളുടെ മീറ്റിംഗിൽ സംസാരിക്കുന്ന സമയത്ത് യുവാക്കൾ വഴിവഴിച്ചു പോകുന്നതിനെ കുറിച്ച്, ക്ഷുഭിതമായ യൗവനത്തെക്കുറിച്ച്, ലോകത്ത് യുവത്വം നാശം വിതറിക്കുന്നതിനെ കുറിച്ചെല്ലാം നമ്മൾ കേൾക്കുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ ISM പോലുള്ള പ്രവർത്തകന്മാരുടെ പ്രവർത്തനങ്ങളുടെ ഫലം പെട്ടെന്ന് മുമ്പിൽ കണ്ടിട്ടില്ലെങ്കിലും നിരാശയുടെ കാര്യമില്ല. പരിശുദ്ധ ഖുർആനിലൂടെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് തൗഹീദിന്റെ ദൗത്യമേറ്റെടുത്ത പ്രവാചകന്മാർ അനുഭവിച്ച പ്രയാസങ്ങളെ ഹൃദയസ്പൃക്കായി പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ദീനുൽ ഇസ്ലാമിന്റെ പ്രബോധനവുമായി ഇറങ്ങിത്തിരിച്ച പ്രവാചകന്മാർ ഒരുപാട് കാലം കഷ്ടപ്പെട്ടിട്ടും ജനക്കൂട്ടത്തെ കൂട്ടാൻ കഴിഞ്ഞില്ല. സ്വന്തം പിതാവ് വരാതിരുന്നപ്പോൾ, മകൻ വരാതിരുന്നപ്പോൾ, മൂത്താപ്പ വരാതിരുന്നപ്പോൾ, ഭാര്യ വരാതിരുന്നപ്പോൾ എല്ലാം സങ്കടപ്പെട്ട പ്രവാചകന്മാർ അള്ളാഹുവിനോട് സങ്കടം പറഞ്ഞ സമയത്ത് അള്ളാഹു നൽകിയ സാന്ത്വനവും പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. ആ സാന്ത്വനം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നവരും താക്കീത് നൽകുന്നവരുമാണ്. അതല്ലാതെ ഒരു ജനതയെ നിർവഴിയിലാക്കാൻ നിങ്ങളെ കൊണ്ടാവില്ല, നിങ്ങൾ ഈ ദൗത്യം നിർവഹിച്ചാൽ മതി എന്നാണ് പരിശുദ്ധ ഖുർആൻ ആ പ്രവാചകന്മാർക്ക് പോലും നൽകിയിട്ടുള്ള സാന്ത്വന സന്ദേശം. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മളെപ്പോലുള്ള ദുർബലന്മാരായ ആളുകളുടെ പ്രവർത്തനം കൊണ്ട് ഒരു ജനപഥത്തെ ആകെ നേരെയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സങ്കടപ്പെടേണ്ട കാര്യമില്ല. അള്ളാഹു ഇത് നന്മയായി രേഖപ്പെടുത്തുമെന്ന് തന്നെയാണ് വസ്തുത. നിങ്ങൾക്കെല്ലാം ഇന്നറിയാം, എല്ലാ ആളുകളും അസ്വസ്ഥത എന്ന് പറഞ്ഞാൽ ചിലർക്ക് പേടി ലോകം ഇങ്ങ് അവസാനിക്കാൻ പോവുകയാണ്, ലോകത്തിന് ചൂട് പിടിക്കുകയാണെന്നാണ് പുതിയ ചർച്ച. ശരിയായിരിക്കാം. കോപ്പൻഹേഗനിൽ ചേർന്ന പാരിസ്ഥിതിക സമ്മേളനം ചർച്ച ചെയ്തത് ഗ്ലോബൽ വാർമിംഗ് എങ്ങനെ നേരിടുമെന്നാണ്. മാലിദ്വീപിലെ ഭരണകൂടം ഗ്ലോബൽ വാർമിംഗിന്റെ അപകടത്തെപ്പറ്റി ലോകത്തെ ബോധ്യപ്പെടുത്താൻ കടലിന്റെ അടിയിൽ കൂടി. നേപ്പാൾ ഭരണകൂടം ഗ്ലോബൽ വാർമിംഗിന്റെ അപകടത്തെപ്പറ്റി ബോധ്യപ്പെടുത്താൻ എവറസ്റ്റിന്റെ മുകളിലേക്ക് പോകാൻ തീരുമാനിച്ചു. അപ്പൊ എവറസ്റ്റിന്റെ മുകളിൽ കയറി പറഞ്ഞാലും കടലിന്റെ അടിയിൽ പോയി പറഞ്ഞാലും ഒരു കാര്യമുണ്ട്, സമാധാനത്തിന് ഒറ്റ മാർഗം മാത്രമേ എപ്പോഴും ബാക്കിയുള്ളൂ. ഗ്ലോബൽ വാർമിംഗ് വന്നേക്കാം, ലോകം തപിച്ചേക്കാം, ലോകം എല്ലാ നിലയിലും അവസാനിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല. പക്ഷെ ലോകം തപിച്ചിട്ട് അവസാനിക്കുകയാണെങ്കിലും, ലോകം എങ്ങനെ അവസാനിക്കുകയാണെങ്കിലും അവസാനിക്കാതെ ബാക്കി നിൽക്കുന്നത് സൽക്കർമ്മമാണെന്ന സന്ദേശമാണ് മാനവരാശിക്ക് എല്ലാ പ്രതിസന്ധിയിലും നമുക്ക് കൊടുക്കാൻ കഴിയുക എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ പാരിസ്ഥിതിക പ്രശ്നങ്ങളാണെങ്കിലും ശരി, ഇപ്പൊ സാമ്പത്തികം, ലോകം ഒരു കാലത്ത് ചർച്ച ചെയ്തു സാമ്പത്തിക പ്രതിസന്ധി പരിഹരിച്ചാൽ എല്ലാം ആകും എന്ന് കണക്കുകൂട്ടി. കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ തകർന്ന സമയത്ത് മുതലാളിത്ത രാജ്യങ്ങൾ ചിരിച്ചു. അവർ ഈ കാലം വരെ സോഷ്യലിസ്റ്റ് മാർഗം പറഞ്ഞു നടന്നു. 2 ജാൺ വയറിന്റെ പ്രശ്നം തീർത്താൻ മനുഷ്യന്റെ പ്രശ്നം തീർന്നു എന്ന് അവർ വ്യാഖ്യാനിച്ചു. പക്ഷെ അവർക്ക് പിടിച്ചു നിൽക്കാൻ ഒക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട്
മുതലാളിത്ത രാജ്യങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ ഖജനാവ് ഭദ്രമാണ്, ഞങ്ങളുടെ കയ്യിൽ സമ്പത്തുണ്ട്, ഞങ്ങളുടെ കറൻസി വളരെ സ്ട്രോങ് ആണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് പേടിക്കാനില്ലെന്നാണ് മുതലാളിത്ത രാജ്യങ്ങൾ പറഞ്ഞതെങ്കിൽ ഒരു ചെറിയ കാറ്റ് പോലെ, ഒരു വാടൽ കാറ്റ് പോലെ കടന്നു വന്ന ആഗോള മാന്ദ്യം ലോകത്തിലെ സമ്പന്ന രാജ്യങ്ങളെ നട്ടെല്ല് തകർത്ത് താഴെയിട്ടിരിക്കുക. ഇഷ്ടം പോലെ ആളെ പിരിച്ചുവിടുന്നു, യന്ത്രങ്ങൾ നിശ്ചലമാകുന്നു. ചില മുതലാളിത്ത രാജ്യങ്ങൾ, ചില അറബ് രാജ്യങ്ങൾ അടുത്ത് വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, സക്കാത്തിന്റെ പൈസ ഉണ്ടെങ്കിൽ ഈ പ്രാവശ്യം ഞങ്ങളെയും ലിസ്റ്റിൽ ചേർക്കണമെന്നാണ്. അപ്പൊ സമ്പത്ത് എന്നതാണ് മനുഷ്യന്റെ ശക്തി എന്ന വ്യാഖ്യാനവും ഇവിടെ തെറ്റിയിരിക്കുക. ശാസ്ത്ര സാങ്കേതിക വിദ്യ ലഭിച്ചാൽ ലോകത്തെ മുഴുവൻ തങ്ങളുടെ നിയന്ത്രണത്തിൽ നിർത്താൻ കഴിയുമെന്ന മനുഷ്യന്റെ കണക്കുകൂട്ടലും പൂർണ്ണമായും തെറ്റിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ ബാക്കിയുള്ളത് എന്താണ്? ഇവിടെ ബാക്കിയുള്ളത് പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ചാവർത്തിച്ച് നമ്മളോട് പലവട്ടം പല വിധത്തിൽ പറയുന്ന കാര്യം തന്നെയാണ്. ഭരമേൽപ്പിക്കാൻ ഏറ്റവും ഉത്തമൻ അള്ളാഹു തന്നെയാണെന്ന കാര്യം. പാരിസ്ഥിതിക പ്രശ്നമാണെങ്കിലും ശരി, ആരോഗ്യ പ്രശ്നമാണെങ്കിലും ശരി, സാമ്പത്തിക പ്രതിസന്ധിയാണെങ്കിലും ശരി, ക്ഷുഭിത യുവനത്തിന്റെ മൂല്യച്യുതിയാണെങ്കിലും ശരി, പരിഹാര മാർഗമെന്ന് പറയുന്നത് അള്ളാഹുവിന് മുൻനിർത്തിയുള്ള പരിശ്രമങ്ങൾ മാത്രമാണ് എന്നതാണ് ഇതിന്റെ എല്ലാം ഇടയിൽ നമുക്ക് കാണാൻ കഴിയുന്ന സംഗതി.